ഡബ്ബിംഗ് ഒരു സിനിമയിലെ യഥാർത്ഥ സംഭാഷണത്തിന് പകരം മറ്റൊരു ഭാഷയോ സംഭാഷണത്തിന്റെ ഡബ്ബ് ചെയ്ത പതിപ്പോ ഉള്ള പ്രക്രിയയാണ് സിനിമകളിലെ ഡബ്ബിംഗ്. സാധാരണഗതിയിൽ ഡബ്ബിംഗ് ചെയ്യുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചുള്ള ഒരു ഘട്ടമായുള്ള ഗൈഡ് ഇതാ. 1. സ്ക്രിപ്റ്റ് വിവർത്തനം. യഥാർത്ഥ സ്ക്രിപ്റ്റ് ഉറവിട ഭാഷയിൽ നിന്ന് ലക്ഷ്യഭാഷയിലേക്ക് കൃത്യമായി വിവർത്തനം ചെയ്യുക എന്നതാണ് ഡബ്ബിംഗിന്റെ ആദ്യ ഘട്ടം. സ്ക്രീനിലെ അഭിനേതാക്കളുടെ ചുണ്ടുകളുടെ ചലനങ്ങൾക്ക് അനുയോജ്യമാണെന്ന് ഉറപ്പാക്കുമ്പോൾ സംഭാഷണത്തിന്റെ സത്തയും അർത്ഥവും നിലനിർത്തേണ്ടത് പ്രധാനമാണ്. 2. കാസ്റ്റിംഗ്. വോയിസ് ആക്ടേഴ്സ്. സ്ക്രിപ്റ്റ് വിവർത്തനം ചെയ്തുകഴിഞ്ഞാൽ ഓരോ കഥാപാത്രത്തിനും അനുയോജ്യമായ ശബ്ദ അഭിനേതാക്കളെ കാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഉചിതമായ വികാരങ്ങളോടും സമന്വയത്തോടും കൂടി സംഭാഷണം നൽകുന്നതിൽ ശബ്ദ അഭിനേതാക്കൾ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. 3. റെക്കോർഡിംഗ് സ്റ്റുഡിയോ. ഉയർന്ന നിലവാരമുള്ള ഡബ്ബിംഗിന് ഉചിതമായ ഉപകരണങ്ങളുള്ള ഒരു പ്രൊഫഷണൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആവശ്യമാണ്. ശബ്ദ പ്രകടനങ്ങൾ ഫലപ്രദമായി പകർത്താൻ സ്റ്റുഡിയോയിൽ സൗണ്ട് പ്രൂഫ് റൂമുകളും നൂതന റെക്കോർഡിംഗ് സാങ്കേതികവിദ്യയും ഉണ്ടായിരിക്കണം. 4. ചുണ്ടുകൾ സമന്വയിപ്പിക്കൽ. ചുണ്ടുകളുടെ ചലനങ്ങളുമായി സംഭാഷണം പൊരുത്തപ്പെടുത്തുന്നതിന് ശബ്ദ അഭിനേതാക്കൾ രംഗങ്ങൾ ഒന്നിലധികം തവണ കാണുകയും അവരുടെ സംഭാഷണം യഥാർത്ഥ പ്രകടനവുമായി സമന്വയിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് ഡബ്ബ് ചെയ്ത സംഭാഷണങ്ങളും ഓൺ സ്ക്രീൻ ചലനങ്ങളും തമ്മിൽ തടസ്സമില്ലാത്ത പൊരുത്തം ഉറപ്പാക്കുന്നു. 5. വോയിസ് റെക്കോർഡിംഗ്. ദൃശ്യങ്ങൾ കാണുമ്പോൾ ശബ്ദ അഭിനേതാക്കൾ അവരുടെ വരികൾ അവതരിപ്പിക്കുന്നു, യഥാർത്ഥ പ്രകടനത്തിന്റെ വികാരങ്ങളും ടോണും പൊരുത്തപ്പെടുത്താൻ പരമാവധി പരിശ്രമിക്കുന്നു. പശ്ചാത്തല ശബ്ദമോ സാങ്കേതിക പ്രശ്നങ്ങളോ ഇല്ലാതെ റെക്കോർഡിംഗ് ഉയർന്ന നിലവാരമുള്ളതായിരിക്കണം. 6. എഡിറ്റിംഗും മിക്സിംഗും. വോയിസ് റെക്കോർഡിംഗുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം യഥാർത്ഥ ഫിലിം സൗണ്ട് ട്രാക്കുമായി ഡബ്ബ് ചെയ്ത ഡയലോഗ് എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക എന്നതാണ്. സൗണ്ട് എഞ്ചിനീയർമാർ ഡബ്ബ് ചെയ്ത സംഭാഷണം അനുബന്ധ രംഗങ്ങളുമായി സമന്വയിപ്പിക്കുന്നു. ഇത് മൊത്തത്തിലുള്ള ശബ്ദ രൂപകൽപ്പനയുമായി തടസ്സമില്ലാതെ ലയിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. 7. ഗുണനിലവാര നിയന്ത്രണം. എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് ശേഷം ഡബ്ബ് ചെയ്ത സംഭാഷണത്തിന്റെ കൃത്യവും സമന്വയവും ഉറപ്പാക്കാൻ സമഗ്രമായ ഗുണനിലവാര നിയന്ത്രണം അത്യാവശ്യമാണ്. ആവശ്യമുള്ള നിലവാരം കൈവരിക്കുന്നതിന് ഒന്നിലധികം സ്ക്രീനിങ്ങുകളും പുനരവലോകനങ്ങളും ആവശ്യമായി വന്നേക്കാം. 8. അന്തിമ ഔട്ട്പുട്ട്. ഗുണനിലവാര നിയന്ത്രണം പൂർത്തിയായി കഴിഞ്ഞാൽ അന്തിമ ഔട്ട്പുട്ട് തയ്യാറാക്കപ്പെടുന്നു, സാധാരണയായി വ്യത്യസ്ത വിതരണ പ്ലാറ്റ്ഫോമുകൾക്ക് അനുയോജ്യമായ വിവിധ ഫോർമാറ്റുകളിൽ. തുടർന്ന് ഡബ്ബ് ചെയ്ത പതിപ്പ് വിതരണത്തിന് തയ്യാറാണ്. ഇത് പ്രേക്ഷകർക്ക് ടാർഗറ്റ് ഭാഷയിൽ സിനിമ ആസ്വദിക്കാൻ അനുവദിക്കുന്നു. ഉയർന്ന നിലവാരമുള്ള ഫലം ലഭിക്കുന്നതിന് ഡബ്ബിംഗിന് അനുഭവവും കഴിവുകളും വിശദാംശങ്ങളിലേക്കുള്ള ശ്രദ്ധയും ആവശ്യമാണെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കാഴ്ചക്കാർക്ക് ഫലപ്രദവും ആസ്വാദ്യകരവുമായ ഡബ്ബിംഗ് അനുഭവം നേടുന്നതിൽ പ്രൊഫഷണൽ ഡബ്ബിംഗ് സ്റ്റുഡിയോകളും പരിശീലനം ലഭിച്ച ശബ്ദ അഭിനേതാക്കളും നിർണായക പങ്ക് വഹിക്കുന്നു.